വചനയാത്രയിൽ ഇന്ന് നമ്മെ സഹായിക്കുന്നു വെരി റവറൻഡ് മോൺസിഞ്ഞോർ ഡോക്ടർ നിക്കോളാസ് പാളയം ഫൊറോന വികാരി. സ്നേഹം നിറഞ്ഞ വചനയാത്രക്കാരെ, ആഗമനകാലം 4-ാം ഞായറിലേക്ക് നിങ്ങളെ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മറിയത്തിന് ലഭിച്ച മംഗളവാർത്തയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഇതിൽ പ്രധാനമായി ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് പരിശുദ്ധ അമ്മയെ ദൂതൻ അഭിസംബോധന ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഗബ്രിയേൽ ദൂതൻ്റെ അഭിസംബോധന ഇപ്രകാരമാണ്. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നതാണ്. ദൂതൻ്റെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ഹെബ്രായ ഭാഷയിൽ ഷാലോം എന്ന് പറഞ്ഞാൽ സമാധാനം നിന്നോടുകൂടെ എന്നാണ് അർത്ഥം. എന്നാൽ ദൈവദൂതൻ പരിശുദ്ധ കന്യക മറിയത്തെ അഭിസംബോധന ചെയ്തത് കൈറെ എന്ന ഗ്രീക്ക് വാക്കുപയോഗിച്ചാണ്. സഭയിൽ കൈറയെ സ്വസ്തി എന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ കൈറയുടെ ഉചിതമായ പരിഭാഷ ആനന്ദിച്ചാലും എന്നാണ്. നമുക്ക് വേദപുസ്തകത്തിലേക്ക് തിരിയുമ്പോൾ ലൂക്ക 2-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: വലിയ ആനന്ദത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. യോഹന്നാൻ 20-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ കൈറയുടെ ആഴത്തിലുള്ള ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നു. ഉത്ഥാനം ചെയ്ത യേശുവിനെ കണ്ട് ശിഷ്യന്മാർ ആനന്ദിച്ചുവെന്നാണ് രേഖപ്പെടുത്തുന്നത്. വീണ്ടും യേശുവിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ കൈറയുടെ ആഴത്തിലേക്ക് ഉൾക്കാഴ്ച നൽകുന്ന ആനന്ദത്തിൻ്റെ ദൈവശാസ്ത്രമുണ്ട്. അത് വിശുദ്ധ യോഹന്നാൻ 16-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി കാണുന്നു: ഞാൻ നിങ്ങളെ വീണ്ടും കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം ആനന്ദിക്കും. നിങ്ങളുടെ ആനന്ദം നിങ്ങളിൽ നിന്ന് ആരും എടുത്തു കളയുകയുമില്ല. മേൽപ്പറഞ്ഞ വേദപുസ്തക ഭാഗങ്ങൾ ആനന്ദം പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യേകമായ ഒരു സിദ്ധിയായി കാണപ്പെടുന്നു. ആനന്ദം സഭാജീവിതത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും സത്തയാണ്. വീണ്ടും നമ്മൾ കൈറെ, അതായത് ആനന്ദിച്ചാലും എന്ന പദം വരുന്നത് പുറജാതിക്കാരായ യവനർ അഥവാ ഗ്രീക്കുകാർ ഉപയോഗിച്ചിരുന്ന വാക്കാണ്. ദൈവദൂതൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വാതിൽ തുറന്നിടുകയാണ്. എന്ന് പറയുമ്പോൾ യേശു യഹൂദർക്ക് മാത്രമല്ല, വിജാതിയർക്കും പുറജാതികൾക്കുമൊക്കെ യേശുവിലൂടെ അകത്തേക്ക് പ്രവേശിക്കാമെന്ന് സാരം. ക്രൈസ്തവ സന്ദേശത്തിൻ്റെ സാർവത്രികത കൂടെ വ്യക്തമാക്കപ്പെടുകയാണ് ഈ ഭാഗത്തിലൂടെ. വീണ്ടും നമ്മൾ കൈറെ എന്ന പദം പഴയ നിയമത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത് കൊണ്ട് ബൈബിളിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ള രക്ഷാചരിത്രവുമായി തുടർച്ചയും അനുബന്ധവും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. കൈറെ എന്ന പദം സെഫാനിയയുടെ ഭൂതകാലത്തിലെ പ്രവചനത്തെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
സഫാനിയ 3-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: സിയോൻ പുത്രി ആനന്ദിച്ചാലും ഇസ്രായേലെ ആർത്തു വിളിച്ചാലും ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിന്റെ മധ്യേ ഉണ്ട്. ആനന്ദത്തിനുള്ള കാരണം കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട് എന്നതാണ്. കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട് എന്നതിനെ ആക്ഷരികമായി മൊഴിമാറ്റം ചെയ്താൽ അവൻ നിന്റെ ഉദരത്തിലുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വചനവും 34-ാമത്തെ അധ്യായം 9-ാം വചനവും ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം: ഇസ്രായേലിൻ്റെ ഉദരത്തിൽ കർത്താവുണ്ട് എന്ന് നമുക്ക് തീർച്ചയായും വായിച്ചെടുക്കുവാൻ സാധിക്കും. ഇത് നാം വായിച്ചെടുക്കേണ്ടത് ഉടമ്പടിയുടെ പേടകത്തിൽ കർത്താവ് വസിക്കുന്നതിനെ സൂചിപ്പിച്ചാണ് എന്ന് മനസ്സിലാക്കി വായിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ഈ സാഹചര്യങ്ങളിലൂടെയാണ് സഫാനിയായുടെ പ്രവചനം വായിച്ചെടുക്കേണ്ടത്. ദൈവം സത്യമായും കുടികൊള്ളുന്ന സ്ഥലമായ ഉടമ്പടിയുടെ പേടകമായി മറിയം മാറുന്നു. ഇനി ആനന്ദവും കൃപയും തമ്മിൽ ബന്ധമുണ്ട്. കൃപയ്ക്കുള്ള പദം കാരിസ് എന്നാണ്. കൈറയും കാരിസും ഒരേ ധാതുവിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. ആനന്ദവും കൃപയും തമ്മിൽ ജൈവബന്ധം പുലർത്തുന്നു എന്ന് സാരം. മറ്റു വാക്കുകളിൽ, ദൈവകൃപയുള്ളവർക്ക് യഥാർത്ഥ ആനന്ദമുണ്ടാവും. അപ്പോൾ മംഗളവാർത്ത മറിയത്തിന് ആനന്ദകരമാകുന്നതിനുള്ള കാരണം അവൾ ദൈവ തിരുസന്നിധിയിൽ കൃപ കണ്ടെത്തി എന്നുള്ളതാണ് ഏറെ പ്രധാനം. പരിശുദ്ധ അമ്മ അമ്മയുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. ഈ അമ്മ യേശുവിൻ്റെ ജനനത്തിനു വേണ്ടി തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. ദൈവ തിരുമനസ് നിറവേറണമെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഒപ്പം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് നാം ഓരോരുത്തരും ആഴത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. ഈ ആഗമനകാലം നാം ഏറ്റവും അടുത്തൊരുങ്ങുകയാണ് യേശുവിൻ്റെ ജനനത്തിന്. പരിശുദ്ധ അമ്മയെപ്പോലെ ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവത്തിന് എല്ലാം സാധ്യമാകും, എന്നിലും എന്നിലൂടെയും എൻ്റെ സമൂഹത്തിലും യേശു ജനിക്കുവാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുകയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.